വാട്സപ്പ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. HSST ഇക്കണോമിക്സിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ക്ലാസ്സാണ് ഈ ചാനലിലൂടെ നൽകുന്നത്. കൂടാതെ സെറ്റ്, നെറ്റ് തുടങ്ങി കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പങ്കെടുക്കുന്നവർക്കും ഇൻ്റർവ്യൂ YOC അറ്റൻഡ് ചെയ്യുന്നവർക്കും BA MA കോഴ്സുകൾ പഠിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ്, നെറ്റ്, HSST എന്നീ എക്സാമിനേഷൻസിനും എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ തുടങ്ങിയ എക്സാമിനേഷൻസിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷനായ സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബബിലിറ്റി എന്ന പോർഷനാണ്. എന്താണ് പ്രോബബിലിറ്റി? എന്താണ്? ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ ലൈക്ലിഹുഡ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. എന്താണ് പ്രോബബിലിറ്റി? ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി ലൈക്ലിഹുഡ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. അതായത് നമ്മൾ ഒരു അൺസർട്ടൻ സിറ്റുവേഷനിൽ എന്തെങ്കിലും സംഭവങ്ങൾ, എന്തെങ്കിലും ഇൻസിഡൻസ് നടക്കാൻ ഇറ്റ് ഈസ് പോസിബിൾ ഓർ നോട്ട് എന്ന് നമുക്കൊരു അവിടെ നമ്മളൊരു ഇപ്പോൾ ഇന്ന് നമ്മൾ കാലാവസ്ഥ കണ്ടിട്ട് പറയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്, ഒരു 50% സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ന്യൂമറിക്കൽ എക്സ്പ്രഷനിലൂടെ നമ്മളവിടെ ഒരു പോസിബിലിറ്റി പറയുകയാണ്. ഇത്തരത്തിൽ ന്യൂമറിക്കൽ എക്സ്പ്രഷനിലൂടെ അൺസർട്ടൈൻ സിറ്റുവേഷനിലെ പോസിബിലിറ്റി പറയുന്നതിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദി ലൈക്ലിഹുഡ് ഒക്കറൻസ് ഓഫ് ആൻ ഇവൻറ്റ്. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 0 and 1. The value of probability lies between 0 and 1. Then some concepts related to probability. What is random experiment? That is random experiment when the outcome of an experiment there will be outcome of an experiment repeated under same conditions, but the outcome cannot be predictable from each trial. അതായത് നമ്മൾ ഓരോ എക്സ്പെരിമെൻറ്റിലും എല്ലാ ഔട്ട്കം ഉണ്ടാകും, പക്ഷേ ആ ഔട്ട്കം എന്താണെന്ന് നമുക്ക് ഓരോ ട്രയലിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഇത്തരത്തിൽ എൻഡ് ചെയ്യുന്ന ആ എക്സ്പെരിമെൻറ്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റ് കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂസിനെ നമ്മൾ റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് ഒരേ കണ്ടീഷനിൽ നമ്മൾ പല തവണ ട്രയൽ നടത്തും, ഓരോ ഔട്ട്കംസും കിട്ടും, പക്ഷേ ദ ഔട്ട്കംസ് ബിക്കംസ് അൺപ്രഡിക്റ്റബിൾ മാനർ. അത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് റാൻഡം എക്സ്പെരിമെൻറ്റ്. ദെൻ വാട്ട് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്? ദ ഒക്കറൻസ് ഓഫ് വൺ ഇവൻറ്റ് എക്സ്ക്ലൂഡ്സ് ദ ഒക്കറൻസ് ഓഫ് അതർ. The occurrence that is mutually exclusive event. The occurrence of one event excludes the occurrence of other. For example, tossing a coin. The occurrence when first trial we get head, it excludes the chances of getting tail. അതായത് നമ്മൾ ഒന്നാമത്തെ ട്രയലിൽ നമുക്ക് ഹെഡ് കിട്ടുകയാണെങ്കിൽ അത് ടെയിൽ കിട്ടാനുള്ള ചാൻസസിനെ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. ദാറ്റ് കൈൻഡ് ഓഫ് ഇവൻറ്റ് ഈസ് നോൺ ആസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്. ദെൻ വാട്ട് ഈസ് ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്? ഇഫ് നൺ ഓഫ് ദം എക്സ്പെക്റ്റഡ് ടു occur in the preference of the other. If none of them is expected to occur in the preference of other. അതായത് ഈ രണ്ട് ഔട്ട്കംസ് ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുമ്പോൾ രണ്ട് ഔട്ട്കംസിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് സംഭവിക്കും, മറ്റേത് സംഭവിക്കുകയില്ല. അതായത് ഒരു ട്രയലില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇവൻറ്റ്സിനെയാണ് നമ്മൾ ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. എന്താണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്? When their totality includes all the possible outcomes of an experiment. When its totality includes all the possible outcomes of a random experiment. ഒരു എക്സ്പെരിമെൻറ്റിലെ എല്ലാ ഔട്ട്കംസും കൂടെ കൂടിയതാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. അതായത് ഒരു ഡൈസ് ത്രോൺ ചെയ്യുമ്പോൾ അതിൽ എത്ര ഔട്ട്കംസ് ഉണ്ട്? 1, 2, 3, 4, 6 അങ്ങനെ 6 ഔട്ട്കംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് 6 ഔട്ട്കംസും കൂടി വരുന്ന ആ ഇവൻറ്റ്സിനെ പറയുന്ന പേരാണ് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്? വെൻ ദ ഔട്ട്കം ഓഫ് വൺ ഇവൻറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദി അതർ. വെൻ ദ ഔട്ട്കം ഓഫ് വൺ ഇവൻറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ദി അതർ. അതായത് എന്താണ്? ഡൈസ് ത്രോൺ ചെയ്യുമ്പോൾ
നമുക്ക് ഈവൻ നമ്പർ വീഴുകയാണെങ്കിൽ അത് ഓഡ് നമ്പറിനെ ബാധിക്കുന്ന പ്രശ്നമില്ല. അതൊരു ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഒരു ട്രയലിലെ ഔട്ട്കം മറ്റൊരു ട്രയലിലെ ഔട്ട്കമ്മിനെ അവരെ ബാധിക്കുന്നില്ല ഡൈസിൻ്റെ കാര്യത്തിൽ. എന്നാൽ ഡിപ്പെൻഡൻ്റ് ഇവൻറ്റ് വെൻ ദ ഔട്ട്കം ഓഫ് വൺ ഇവൻറ്റ് ഡസ് അഫക്റ്റ് ദ ഒക്കറൻസ് ഓഫ് ദ അതർ ഇവൻറ്റ്. അതായത് ഇപ്പോൾ ഒരു കാർഡ് നമ്മൾ ഷീറ്റിലൊക്കെ ഒരു കാർഡ് ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബോൾസ് റെഡും ബ്ലാക്കും ഗ്രീനൊക്കെ ഉള്ള ഒരു ബോക്സിൽ നിന്ന് ഒരു ബോക്സ് എങ്കിൽ അത് അതിൻ്റെ ഓരോ ഇവൻറ്റ്സിനെ ട്രയൽ ചെയ്യുന്നതിൽ ബാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇവൻറ്റിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് എന്ന് പറയുന്നു. ദെൻ വാട്ട് ഈസ് സിമ്പിൾ ഇവൻറ്റ്? വെൻ ദ ഒക്കറൻസ് ഓഫ് വൺ ഇവൻറ്റ്, ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഇവൻറ്റ് ഈസ് നോൺ ആസ് സിമ്പിൾ ഇവൻറ്റ്. അപ്പോൾ കോമ്പൗണ്ട് ഇവൻറ്റോ ദർ ആർ മോർ ഇവൻറ്റ്സ് ഒക്കർ അറ്റ് ദ സെയിം ടൈം, ഒരു സമയത്ത് തന്നെ ധാരാളം ഇവൻറ്റുകൾ ഒക്കർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് ഇവൻറ്റ് ഈസ് നോൺ ആസ് കോമ്പൗണ്ട് ഇവൻറ്റ്. ദെൻ വാട്ട് ഈസ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ഓർ ബേസ് തിയറം? വെൻ ദ ഇവൻറ്റ് occur, there will be number of causes. ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്യാനായിട്ട് വളരെയധികം കാരണങ്ങളുണ്ടാകും. വി സ്റ്റഡി ദ പർട്ടിക്കുലർ കോസ് ഓർ മോസ്റ്റ് പ്രോബബിലിറ്റി കോസ് ദാറ്റ് ഒക്കർ ആൻ ഇവൻറ്റ്. അതായത് നമ്മൾ ആ ഇവൻറ്റ് സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളെ, ഏറ്റവും മോസ്റ്റ് പ്രോബബിളായ കോസിനെ കുറിച്ച് പഠിക്കുന്നതിനാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് പ്രോബബിലിറ്റി ഈസ് നോൺ ആസ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി ഓർ ബേസ് തിയറം. ഇൻവേഴ്സ് പ്രോബബിലിറ്റി അതർവൈസ് നോൺ ആസ് ബേസ് തിയറം. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ പ്രോബബിലിറ്റി തിയറിയിൽ നോട്ട് ചെയ്യേണ്ടത് റാൻഡം എക്സ്പെരിമെൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, ഈക്വലി ലൈക്ലി ഇവൻറ്റ്സ്, എക്സ്പോസ്റ്റ് ഇവൻറ്റ്സ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇവൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഡിപ്പെൻഡൻറ്റ് ഇവൻറ്റ് ആൻഡ് ബേസ് തിയറം. അതായത് ഏതെങ്കിലും പർട്ടിക്കുലർ കോസിൻ്റെ ഒക്കറൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്യുന്നതാണ് ഇവൻറ്റ് സംഭവിക്കാനുള്ളത്. അതിനെയാണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ബേസ് തിയറം എന്ന് പറയുന്നത്. ദെൻ there are 4 approaches in probability theory. ഏതൊക്കെയാണ്? ക്ലാസിക്കൽ അപ്രോച്ച്, റിലേറ്റീവ് അപ്രോച്ച്, സബ്ജക്റ്റീവ് അപ്രോച്ച് ആൻഡ് ഓക്സോമാറ്റിക് അപ്രോച്ച്. ഏതെല്ലാമാണത്? ക്ലാസിക്കൽ അപ്രോച്ച്. ക്ലാസിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഫേവറബിൾ ക്ലാസ്സസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ്. അത് ഡിഡക്റ്റീവ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടാണ്. ക്ലാസിക്കൽ അപ്രോച്ച് ബേസ്ഡ് ഓൺ ഡിഡക്റ്റീവ് മെത്തേഡ്. ഡിഡക്റ്റീവ് അതായത് ടോട്ടൽ നമ്പർ ഫേവറബിൾ ക്ലാസ്സസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ക്ലാസ്സസ്. Then relative approaches when the number of trials tends to be infinity. നമ്പർ ഓഫ് ട്രയൽസ് വളരെയധികം കൂടും. ഇൻഫിനിറ്റി സിറ്റുവേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന അപ്രോച്ചസ് ആണ് എന്ത്? റിലേറ്റീവ് അപ്രോച്ചസ് ഓഫ് പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡക്റ്റീവ് മെത്തേഡ്. റിലേറ്റീവ് അപ്രോച്ചസ് ഓഫ് പ്രോബബിലിറ്റി ബേസ്ഡ് ഓൺ ഇൻഡക്റ്റീവ് മെത്തേഡ്. ദെൻ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് സബ്ജക്റ്റീവ് അപ്രോച്ച്. Subjective approach, confidence that a person has an the occurrence of an event. സബ്ജക്റ്റീവ് അപ്രോച്ചിൽ ഒരു പേഴ്സൺസിന് ആ ഇവൻ്റ് ഒക്കർ ചെയ്യാനുള്ള ആ പേഴ്സണിനെ കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്നതാണ് സബ്ജക്റ്റീവ് അപ്രോച്ച്. ദെൻ ഓക്സോമാറ്റിക് അപ്രോച്ച്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ സെറ്റ് തിയറി. ഓക്സോമാറ്റിക് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ സെറ്റ് തിയറി. എന്താണ് പറയുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് ഈക്വൽ ടു 1. Probability of a sample space is equal to 1. That is P of probability of A plus probability of B എന്ന് പറയുന്നത് P of A union B. P of A union B is equal to probability of A plus probability of B. Then there are 2 theorems related to probability, addition theorem and multiplication theorem. In addition theorem, in the case of mutually exclusive events, നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ചോദിക്കാവുന്നതാണ്. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് ആണെങ്കിൽ അഡീഷൻ തിയറത്തിൽ എങ്ങനെയാണ്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി, പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. ഇനി അടുത്തത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ പി ഓഫ് എങ്ങനെയാണ് പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, പി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ഓഫ് ഇൻ്റർസെക്ഷൻ ബി. ഇനി മൾട്ടിപ്ലിക്കേഷൻ തിയറത്തിൽ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റിൻ്റെ കേസസിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൽ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇനി ഇവൻറ്റ്സ് ആർ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി മൾട്ടിപ്ലിക്കേഷൻ തിയറി കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നത്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് നോൺ ആസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. അതായത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ബൈ എ, പി ഓഫ് ബി ഇൻറ്റു പി ഓഫ്
A/B എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റീനെ ഇത്തരത്തിൽ അഡീഷൻ തീറോ മൾട്ടിപ്ലിക്കേഷൻ തീറോ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മൾ ബേസിക്കായിട്ട് പ്രോബബിലിറ്റി തിയറിയിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിയും എന്താണെന്നും അതിൻ്റെ സർട്ടൻ കൺസെപ്റ്റുകളും ഇൻവേഴ്സ് പ്രോബബിലിറ്റി, then there are 4 approaches related to probability, addition and multiplication theorem of probability. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിലും നോട്ട് എക്സ്ക്ലൂസീവ് അഡീഷൻ തിയറത്തിൽ എങ്ങനെയാണെന്നും ഡിപ്പെൻഡൻറ്റ് കേസസിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഉപയോഗിക്കുന്നത്. ഇൻഡിപെൻഡൻറ്റ് കേസസിൽ P(A) × P(B) എന്ന് ഇതെല്ലാമാണ് പ്രോബബിലിറ്റി നോട്ട് ചെയ്യേണ്ടത്. പ്രോബബിലിറ്റിന് ഈ അഡീഷൻ തീരത്തെയും മൾട്ടിപ്ലിക്കേഷൻ തീരത്തെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.